Hola, profesores. It's me, Musfira Azad from Grace Montessori TTC. As teachers, we have to use interrogatives, imperatives, and many sentences in a classroom. So today we are going to learn 100 classroom sentences. Before that, I wanna check something. Can you tell me what are the stages for taking a class? What are the steps of taking a class? Yes, there are 8 steps. Greetings, rapport making, check the previous knowledge, introduction of the topic, explanation, asking questions, activity session, and conclusion. Now, can you tell me the 8 steps? Yes, we have to learn more and more classroom sentences for making our class better, for making each stages better. We must learn how to greet the students, how to start a conversation, how to start a topic. How can we check their previous knowledge? What sentences can be used during the class? Let's go. ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത് മുതൽ അവസാനിക്കുന്നത് വരെ ഒരു ടീച്ചർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന 100-ലധികം സെൻറ്റൻസസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം സ്റ്റുഡൻസിനെ ഗ്രീറ്റ് ചെയ്യണം. എങ്ങനെയൊക്കെ നമുക്ക് ഗ്രീറ്റ് ചെയ്യാം? ഹലോ ക്ലാസ്, ഹാപ്പി മോർണിംഗ് ഓൾ, ഹായ് മൈ ബട്ടർഫ്ലൈസ്, ഓല എസ്ത്രയാസ്. ദാറ്റ് മീൻസ് ഹലോ സ്റ്റാർസ്. ഓക്കെ, ഗ്രീറ്റ് ചെയ്തതിനു ശേഷം വി ഷുഡ് ഹാവ് ആൻ ഇൻഫോർമൽ കോൺവെർസേഷൻ. അവരോട് വിശേഷങ്ങൾ ചോദിക്കാം. വാട്സ്ആപ്പ്, ഹൗസ് ലൈഫ്, ഹൗ ആർ തിങ്സ് വിത്ത് യു, ആർ യു ഫീലിംഗ് ബെറ്റർ ടുഡേ, ഹൗസ് എവറിത്തിങ്, ഹൗസ് ഇറ്റ് ഗോയിങ്. വിശേഷങ്ങൾ എന്തൊക്കെയാ? എല്ലാം നന്നായി പോകുന്നില്ലേ? അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് തൊട്ടു മുമ്പ് നടന്ന ക്ലാസ്സിനെ കുറിച്ച് ചോദിക്കാം. ഹൗ വാസ് ദ ലാസ്റ്റ് ക്ലാസ്? കഴിഞ്ഞ ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു? ഡിഡ് യു എൻജോയ്? നിങ്ങൾ എൻജോയ് ചെയ്തോ? ഹു വാസ് ദെയർ വിത്ത് യു? ആരായിരുന്നു നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്? ആൻഡ് മിസ്? ആൻഡ് മിസ് ആണോ? ഡിഡ് യു ഗെറ്റ് ദ ക്ലാസ്? ക്ലാസ് ഒക്കെ മനസ്സിലായോ? വാട്ട് അബൌട്ട് ദ ലാസ്റ്റ് ക്ലാസ്? എന്താണ് കഴിഞ്ഞ ക്ലാസ്സിലുണ്ടായിരുന്നത്? വാസ് ഇറ്റ് ഇൻട്രസ്റ്റിംഗ്? ഇൻട്രസ്റ്റിംഗ് ആയിരുന്നോ? ഇനി നമുക്ക് പ്രീവിയസ് ടോപ്പിക്കിനെ കുറിച്ച് ചോദിച്ചാലോ? ക്യാൻ യു ടെൽ മീ വേർ ഡിഡ് വി സ്റ്റോപ്പ് യെസ്റ്റർഡേ? ഇന്നലെ നമ്മൾ എവിടെയാണ് നിർത്തിയെന്ന് പറയാമോ? വാട്ട് വാസ് അവർ ടോപ്പിക് യെസ്റ്റർഡേ? എന്തായിരുന്നു ഇന്നലത്തെ നമ്മുടെ ടോപ്പിക്? ഡിഡ് യു ഡു യുവർ ഹോംവർക്ക്? ഹോംവർക്ക് ചെയ്തോ? ഡു യു റിമെമ്പർ അവർ ലാസ്റ്റ് ടോപ്പിക്? കഴിഞ്ഞ ടോപ്പിക് ഓർമ്മയുണ്ടോ? സോ നൗ ക്യാൻ യു ടെൽ us about our yesterday's ക്ലാസ്? ഇന്നലത്തെ ക്ലാസ്സിനെ കുറിച്ച് പറയാൻ കഴിയുമോ? ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് പതുക്കെ ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യാം. ഇറ്റ്സ് ടൈം ടു ബിഗിൻ. ഓക്കെ ഡിയേഴ്സ്, ലെറ്റ്സ് ബിഗിൻ വിത്ത് ആൻ ഇൻട്രസ്റ്റിംഗ് ആക്ടിവിറ്റി. ഒരു അടിപൊളി ആക്ടിവിറ്റിയോട് കൂടെ നമുക്ക് തുടങ്ങാം. ഷാൽ വി സ്റ്റാർട്ട്? നമുക്ക് തുടങ്ങിയാലോ? ആർ യു റെഡി ടു ലേൺ സംതിങ് ന്യൂ? പുതിയതെന്തെങ്കിലും പഠിക്കാൻ നിങ്ങൾ റെഡിയാണോ? വിൽ യു കം വിത്ത് മീ ടു അപ്പൺ ന്യൂ നോളജ്? പുതിയ അറിവ് തുറക്കാൻ നിങ്ങൾ എൻ്റെ കൂടെ വരുമോ? ഐ ഹോപ്പ് വി ക്യാൻ എൻറ്റർ ഇൻ ടു എ ന്യൂ ലെസൺ. പുതിയ ലെസണിലേക്ക് കടക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈസ് എവ്രിബഡി റെഡി ടു സ്റ്റാർട്ട്? എല്ലാവരും തുടങ്ങാൻ റെഡിയാണോ? നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കിയേ. വി വോണ്ട് സ്റ്റാർട്ട് അൺടിൽ എവ്രി വൺ ഈസ് ക്വയറ്റ്. എല്ലാവരും ശാന്തരാകുന്നത് വരെ നമ്മൾ ക്ലാസ് തുടങ്ങില്ല. നൗ വി ക്യാൻ ഗെറ്റ് ഡൗൺ ടു വർക്ക്. ദാറ്റ് മീൻസ് നൗ വി ക്യാൻ സ്റ്റാർട്ട്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെട്ടാലോ? ക്ലാസ്സിൽ ചോദിക്കേണ്ടി വരുന്ന ചില ചോദ്യങ്ങൾ. ഹൂസ് റെഡി ടു ഡു? ആരാണ് ചെയ്യാൻ റെഡി ആയിട്ടുള്ളത്? ഹൂ ഡസ് ഇറ്റ് ബിലോങ് ടു? ഇത് ആരുടേതാണ്? ഹൂ ഡസ് ഇറ്റ് ബിലോങ് ടു? ഇത് ആരുടേതാണ്? വിച്ച് ഇസ് യുവേഴ്സ്? ഏതാണ് നിൻ്റേത്? അല്ലെങ്കിൽ നിൻ്റേത് ഏതാണ്? വൈ ഡിഡ്ന്റ് യു ബ്രിങ് ദാറ്റ്? നീ എന്തേ അത് കൊണ്ടുവന്നില്ല? നീ എന്തേ അത് കൊണ്ടുവരാഞ്ഞത്? ഓക്കെ, വൈ ഡോണ്ട് യു ലിസൺ? നീ എന്താ ശ്രദ്ധിക്കാത്തേ? ഹൂസ് നെക്സ്റ്റ്? അടുത്തതാരാ? വളരെ കോമൺ ആയ, ടീച്ചേഴ്സിന് എന്തായാലും ചോദിക്കേണ്ടി വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നോട്ട് ചെയ്ത് വെച്ചോളൂ. ഒന്നുകൂടെ പറയാം. ഹൂസ് റെഡി ടു ഡു? ഹൂ ഡസ് ഇറ്റ് ബിലോങ് ടു? വിച്ച് ഇസ് യുവേഴ്സ്? വൈ ഡിഡ്ന്റ് യു ബ്രിങ് ദാറ്റ്? വൈ ഡോണ്ട് യു ലിസൺ? ഹൂസ് നെക്സ്റ്റ്? ഇനി അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ? ഹൗ മെനി സ്റ്റുഡൻസ് ആർ ആബ്സെൻറ്റ് ടുഡേ? ഇന്ന് എത്ര പേരാണ് ആബ്സെൻ്റ് ആയിട്ടുള്ളത്? വൈ വർ യു ആബ്സെൻറ്റ് യെസ്റ്റർഡേ? വൈ വർ യു ആബ്സെൻറ്റ് യെസ്റ്റർഡേ?
നീ എന്തുകൊണ്ടായിരുന്നു ഇന്നലെ ആബ്സെൻ്റ് ആയത്? ഓക്കെ, വൈ ഡോണ്ട് ദേ കം? എന്താ അവർ വരാത്തത്? വൈ ആർ യു ലേറ്റ്? നീ എന്താ ലേറ്റായത്? ഡിഡിൻ യു ഗെറ്റ് ബസ് കിട്ടിയില്ലേ? ഡോണ്ട് യു നോ? നിനക്കറിയില്ലേ? ഈസ് ദെയർ എനി പ്രോബ്ലം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഹാവൻ യു സോൾവ്ഡ് ഇറ്റ് യെറ്റ്? ഇതുവരെ ഇത് ചെയ്ത് കഴിഞ്ഞില്ലേ? ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇംഗ്ലീഷിൽ യു എന്നുള്ളത് പ്ലൂരലായും സിംഗുലറായും യൂസ് ചെയ്യുന്നുണ്ട്. നീ എന്ന് പറയാൻ വേണ്ടിയിട്ടും നിങ്ങൾ എന്ന് പറയാൻ വേണ്ടിയിട്ടും, അത് 2, 3, 4 ആളുകളാണെങ്കിലും നമ്മൾ യു എന്ന് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, വൈ ആർ യു ലേറ്റ്? എന്താ നീ ലേറ്റായത്? ഒരാളോട് നമുക്ക് ചോദിക്കാം. അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ ആളുകളുണ്ടെങ്കിലും ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ചോദിക്കാം. വൈ ആർ യു ലേറ്റ്? നിങ്ങൾ എന്താണ് ലേറ്റായത്? മനസ്സിലായല്ലോ? ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നോക്കാം. ഹൗ മെനി പെൻസിൽസ് ആർ ദർ ഇൻ ദ ബോക്സ്? ആ ബോക്സിൽ എത്ര പെൻസിൽസ് ഉണ്ട്? ഹൗ മെനി സ്റ്റുഡൻസ് ആർ ദർ ഇൻ യുവർ ക്ലാസ്? നിൻ്റെ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്? എത്ര സ്റ്റുഡൻസ് ഉണ്ട്? ഹൗ മെനി മെമ്പേഴ്സ് ആർ ദർ ഇൻ യുവർ ഫാമിലി? നിൻ്റെ ഫാമിലിയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്? ഹൗ മെനി ട്രയാങ്കിൾസ് ആർ ദർ ഇൻ ദ പിക്ചർ? ആ പിക്ചറിൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? ഓക്കെ. ഹൗ മെനി സ്ക്വയേഴ്സ് ക്യാൻ യു സീ ദർ? എത്ര സ്ക്വയേഴ്സ് നിനക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്? ഹൗ മെനി ക്യാൻഡീസ് ഡു യു വാണ്ട്? നിനക്ക് എത്ര മിഠായികളാണ് വേണ്ടത്? ഹൗ മെനി ഡിഫറൻസസ് ക്യാൻ യു ഫൈൻഡ്? എത്ര വ്യത്യാസങ്ങളാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്, കണ്ടെത്താൻ പറ്റുന്നത്? ഓക്കെ. ഹൗ മെനി ഓഫ് യു നോ ദി ആൻസർ? ഇതിൻ്റെ ഉത്തരം എത്ര പേർക്കറിയാം? ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ കുറച്ച് ലെങ്തിയാണ്, പക്ഷേ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. എനിവേ, നമുക്ക് കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം. വോണ്ട് യു ടെൽ മീ? നീ എന്നോട് പറയില്ലേ? അല്ലെങ്കിൽ നിങ്ങൾ എന്നോട് പറയില്ലേ? ഹൗ ഡിഡ് യു ഗെറ്റ് ഇറ്റ്? എങ്ങനെയാണ് നിനക്കിത് കിട്ടിയത്? വേർ ഡിഡ് യു ഗെറ്റ് ഇറ്റ് ഫ്രം? എവിടെ നിന്നാണ് നിനക്കിത് കിട്ടിയത്? വേർ ഡിഡ് യു ബൈ ഇറ്റ് ഫ്രം? നിങ്ങൾ എവിടെ നിന്നാണിത് വാങ്ങിയത്? വിൽ യു ഡു ഇറ്റ്? നീ ഇത് ചെയ്യുമോ? വോണ്ട് യു ഡു ഇറ്റ്? നീ ഇത് ചെയ്യില്ലേ? നിങ്ങളിത് എഴുതില്ലേ? അതെങ്ങനെ ചോദിക്കും? യെസ്. വോണ്ട് യു റൈറ്റ് ഇറ്റ്? നിങ്ങളിത് എഴുതില്ലേ? സോ എല്ലാവരും പെട്ടെന്ന് എഴുതിയെടുത്തോളൂ. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. വെൻ വിൽ യു കംപ്ലീറ്റ് ഇറ്റ്? നിങ്ങളിത് എപ്പോൾ പൂർത്തിയാക്കും? വെൻ ക്യാൻ വി മീറ്റ്? നമുക്ക് എപ്പോൾ മീറ്റ് ചെയ്യാൻ കഴിയും? വെൻ വുഡ് യു ലൈക്ക് ടു ഡു ഇറ്റ്? എപ്പോഴാണ് നിങ്ങളിത് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? വാട്ട് വുഡ് യു ലൈക്ക് ടു ആഡ്? എന്താണ് നിങ്ങൾ ചേർത്ത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? വാട്ട് വുഡ് യു ലൈക്ക് ടു സെലക്ട്? എന്താണ് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നത്? ലൈക്ക് ടു എന്നുള്ളത് നല്ലൊരു യൂസേജാണ്. ഐ ലൈക്ക് ടു ഗോ ദെയർ. ഞാൻ അവിടെ പോകാൻ ആഗ്രഹിക്കുന്നു. യു ലൈക്ക് ടു ചൂസ് ദ ബെസ്റ്റ്. ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വാട്ട് വുഡ് യു ലൈക്ക് ടു ഡു നൗ? നീ ഇപ്പോൾ എന്ത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്? എന്ത് ചെയ്യാനാണ് നിനക്കിഷ്ടം? ഓക്കെ, ഇനി നിങ്ങളോടൊരു ചോദ്യം. നീ എവിടെ പോകാനാണ് ആഗ്രഹിക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ എവിടെ പോകാനാണ് ആഗ്രഹിക്കുന്നത്? അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? കമൻറ്റ് ചെയ്യൂ. നെക്സ്റ്റ്, വിൽ ലേൺ സം ഇൻസ്ട്രക്ഷൻസ്. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടി വരുന്ന ചില നിർദ്ദേശങ്ങൾ. കീപ് ആൻ ഐ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നന്നായി ശ്രദ്ധിച്ചോ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓപ്പൺ യുവർ ബുക്സ് അറ്റ് പേജ് 25. പുസ്തകം തുറന്ന് 25-ാമത്തെ പേജ് എടുക്കാൻ നമ്മൾ പറയുകയാണ്. ഗെറ്റ് ഇൻ ടു ഗ്രൂപ്പ്സ് ഓഫ് 4. ക്ലാസ്സിൽ 4 പേരടങ്ങുന്ന ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നു. ഡോണ്ട് പ്ലേ വിത്ത് ഇറ്റ്, ഇറ്റ്സ് ഡേഞ്ചറസ്. ഇതുകൊണ്ട് കളിക്കരുത്, ഇത് ഡേഞ്ചറസ് ആണ്, അപകടകാരിയാണ്. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്, ഇത് ആവർത്തിക്കരുത്. ഐ ഹോപ്പ് യു വോണ്ട് ഡു ഇറ്റ് അഗെയിൻ. നിങ്ങളിതിന് ചെയ്യില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മേക്ക് എ ലൈൻ, ഒരു ലൈന് ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നു. ഓൾ ഓഫ് യു കം ഹിയർ ആൻഡ് സ്റ്റാൻഡ് ഇൻ ദ സർക്കിൾ. എല്ലാവരും ഇവിടെ വരൂ, ഈ വൃത്തത്തിൽ നിൽക്കൂ.
Once again, keep an eye, it's very important. Open your books at page 25, get into groups of 4. Don't play with it, it's dangerous. Don't repeat it. I hope you won't do it again. Make a line, all of you come here and stand in a circle. Next, comprehension. നമ്മൾ എടുത്ത പാഠഭാഗങ്ങൾ അവർക്ക് മനസ്സിലായിട്ടുണ്ടോ മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ എങ്ങനെയാണ് ചോദിക്കുക. ഡു യു അണ്ടർസ്റ്റാൻഡ്? മനസ്സിലാവുന്നുണ്ടോ? ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? മനസ്സിലായോ? ഡു യു അണ്ടർസ്റ്റാൻഡ്? ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? ഒന്ന് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളതാണ്. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലായോ. ഓക്കെ, ആർ യു ഫോളോയിങ്? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ, മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെയാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, നെക്സ്റ്റ് വൺ, വിച്ച് വൺ വാസ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ്? ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയത് ഏതായിരുന്നു? വാട്ട് ഡിഡ് വി ലേൺ? എന്താണ് നമ്മൾ പഠിച്ചത്? ഇനി നമുക്ക് കുട്ടികളെ എൻകറേജ് ചെയ്യാനും അപ്രീഷിയേറ്റ് ചെയ്യാനും യൂസ് ചെയ്യുന്ന കുറച്ച് സെൻറ്റൻസസ് നോക്കാം. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. അതിനെക്കുറിച്ച് പേടിക്കണ്ട. ഐ എം ഷുവർ യു വിൽ ഡു ബെറ്റർ നെക്സ്റ്റ് ടൈം. അടുത്ത തവണ നീ നന്നായി ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഐ എം റിയലി ഇംപ്രസ്ഡ്. ഐ ന്യൂ യു കുഡ് ഡു ഇറ്റ്. ഞാൻ വളരെ ഇംപ്രസ്ഡായി. എനിക്കറിയായിരുന്നു നിനക്കത് ചെയ്യാൻ കഴിയുമെന്നുള്ളത്. ഹാവ് എ ഗോ. ഹാവ് അനദർ ട്രൈ. ഒന്നുകൂടെ ശ്രമിക്കാൻ പറയാണ്. ഹാവ് എ ഗോ. ഹാവ് അനദർ ട്രൈ. പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. നമ്മൾ പ്രതീക്ഷിച്ച റിസൾട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും നമുക്ക് പോസിറ്റീവായിട്ട് കമൻറ്റ് ചെയ്യാം. ഒന്നുകൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉഷാറാവും. യാ യു ആർ ഇംപ്രൂവിങ്. യാ യു ആർ ഇംപ്രൂവിങ്. മെച്ചപ്പെടുന്നുണ്ട്. ഐ നോ യു ക്യാൻ. നിനക്ക് കഴിയുമെന്ന് എനിക്കറിയാം. ഐ ഹോപ്പ് യു വിൽ റോക്ക് നെക്സ്റ്റ് ടൈം. അടുത്ത തവണ നീ പൊളിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ഇതിലൂടെയെല്ലാം നമ്മൾ അവർക്കൊരു ഹോപ്പ് കൊടുക്കുകയാണല്ലേ. നന്നായിട്ട് ചെയ്യാൻ വേണ്ടി എൻകറേജ് ചെയ്യുകയാണ്. ഇനി അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലോ അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം. എന്തെല്ലാം പറയാം? ഹിയർ യു ഗോ. മാഗ്നിഫിഷ്യൻറ്റ്. റൈറ്റ്. ഫൈൻ. വെരി ഗുഡ്. ദാറ്റ്സ് വെരി ഗുഡ്. ഗ്രേറ്റ് സ്റ്റഫ്. വെൽ ഡൺ. ദാറ്റ്സ് ഇറ്റ്. യെസ്. യെസ്, യു ഹവ് ഗോട്ട് ഇറ്റ്. ഫാൻറ്റാസ്റ്റിക്. ഐ ലൈക്ക് ദാറ്റ്. Marvelous. You did a great job. Terrific. Wow. Really amazing. Wonderful work. What a talent. How beautiful it is. Hooray, he got it. ക്ലാസ്സിൽ നിന്ന് പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുമ്പോൾ, സ്റ്റുഡൻസ് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അവരുടെ റിസൾട്ടിൽ ഇംപ്രൂവ്മെൻ്റ് ഉണ്ടാകുമ്പോൾ, അപ്പോഴൊക്കെയും നമുക്ക് ഈ സെൻറ്റൻസസ് യൂസ് ചെയ്യാം. തീർന്നില്ല, ഇനിയുണ്ട്. യു വർ ഓൾമോസ്റ്റ് റൈറ്റ്. ഏകദേശം എത്താനായിട്ടുണ്ടായിരുന്നു. ഏകദേശം ശരിയായിരുന്നു അല്ലേ? യു വർ ഓൾമോസ്റ്റ് റൈറ്റ്. ദസ് നോ നീഡ് ടു റഷ്. ധൃതി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. വി ഹാവ് പ്ലെൻറ്റി ഓഫ് ടൈം. നമുക്കിഷ്ടം പോലെ സമയമുണ്ട്. ഇങ്ങനെ ഹാപ്പിയായി ക്ലാസ് എടുത്തതിന് ശേഷം ക്ലാസ് വൈൻഡപ്പ് ചെയ്യണ്ടേ? യെസ്, ഇറ്റ്സ് ടൈം ടു സ്റ്റോപ്പ്. The class is about to finish. ക്ലാസ് കഴിയാൻ പോവാണ്. പ്ലീസ് മാർക്ക് യുവർ അസൈൻമെൻറ്റ്. അസൈൻമെൻറ്റ്സ് ഒക്കെ മാർക്ക് ചെയ്ത് വയ്ക്കാം. ഇറ്റ്സ് ടൈം ടു സ്റ്റോപ്പ്. ക്ലാസ് നിർത്താറായി. ഹിയർ ഈസ് യുവർ ഹോംവർക്ക്. നോട്ട് ഡൗൺ. ഇതാ നിങ്ങളുടെ ഹോംവർക്ക്. എഴുതിയെടുത്തോളൂ. ലെറ്റ്സ് കണ്ടിന്യൂ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് തുടരാം. ഐ ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ലെറ്റ്സ് മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. വി ആർ ഗോയിങ് ടു കണ്ടിന്യൂ വിത്ത് ദിസ് ലെസൺ ടുമോറോ. ഇതിൻ്റെ ബാക്കി നമുക്ക് നാളത്തെ ക്ലാസ്സിലെടുക്കാം. ഗുഡ് ബൈ. I hope it will be helpful for you. Thank you.